പിണറായി സർക്കാരിനെ അങ്ങനെ ഒരു നടക്ക് വിടാനൊന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ തീരുമാനിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടികൾ നടത്തുന്നതിൽ പിണറായി വീഴ്ച വരുത്തിയാൽ താൻ ഇടപെടും എന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഇടപെട്ടിരിക്കുകയാണ് ഗവർണർ. അതായത് പാർട്ടീഷൻ ഹൊറർ റിമംബ്രൻസ് ഡേ, വിഭജന ഭീകരതയുടെ ഓർമ്മ ദിവസമാണ് ഓഗസ്റ്റ് 14. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ തലേന്ന് തന്നെ അവിടെ നിന്ന് റെഫ്യൂജി ട്രെയിനുകൾ, അഭയാർത്ഥി ട്രെയിനുകൾ എന്ന് പറഞ്ഞ് പ്രത്യേക ട്രെയിനുകൾ പുറപ്പെടുന്നുണ്ടായിരുന്നു ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് പലായനം ചെയ്യുന്നവർ കയറിയ ട്രെയിനുകൾ ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനുകൾ, ഈ ഗോത്ര സംഭവം പറയുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് ഈ റെഫ്യൂജി ട്രെയിനുകളെ പറ്റിയിട്ടാണ്. ആ റെഫ്യൂജി ട്രെയിനുകൾ ഇതുപോലെ തടഞ്ഞ് വഴിയിൽ ഹിന്ദുക്കളെ മുഴുവക്കൊന്നു കശാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാകുമ്പോൾ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുമെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ട്രെയിനിൽ കയറി ഇന്ത്യയിലേക്ക് പോകുന്ന പാവപ്പെട്ട ഹിന്ദുക്കളെ എല്ലാം ഉപേക്ഷിച്ച് അഭയം തേടി ഓടിപ്പോയവരെ ട്രെയിൻ തടഞ്ഞു നിർത്തി വെട്ടിയും വെടിവെച്ചും കൊന്ന ഭീകരത ഉണ്ടായിരുന്നു. അതാണ് ഭീഷ്മസാഹിനി എഴുതിയ തമസ് എന്ന് പറഞ്ഞ നോവലിലേക്ക് പ്രമേയമൊക്കെ അങ്ങനെയാണ്. അതിനെപ്പറ്റി ധാരാളം ദൃക്സാക്ഷി വിവരണങ്ങളും ഒക്കെ ഉണ്ട് അന്ന് സംഭവിച്ചത്. ഇന്നത്തെ പോലെ ഡിജിറ്റൽ യുഗം അല്ലല്ലോ. പക്ഷെ റെഫ്യൂജി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഖുഷ്വന്ത് സിംഗ് എഴുതിയിട്ടുണ്ട് ഒരു നോവൽ. അതും വളരെ പ്രശസ്തമാണ്. അന്ന് 2 കോടി ആളുകൾ അവിടെ നിന്ന് വീടൊന്നുമില്ലാതെ പലായനം ചെയ്ത് വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകളും ഡൽഹിയിൽ വന്ന് ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് കെട്ടിപ്പടുത്തത്. നമ്മുടെ നാട്ടിൽ തന്നെ ധനശാസ്ത്രജ്ഞനായിരുന്ന IS ഗുലാത്തി, അങ്ങനെ അദ്വാനി, രണ്ടുപേരെ ഏതാണ്ട് ബണ്ണു എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പാകിസ്ഥാനിലെ. അവിടെ നിന്ന് ഈ ഒന്നുമില്ലാതെ ഓടി വന്ന ആളായിരുന്നു ഈ IS ഗുലാത്തിയും. ഗുലാത്തിയോട് കുറേ നേരം അദ്ദേഹത്തിൻ്റെ ജീവിതം സംസാരിച്ച് ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട് ഒരു ഞായറാഴ്ച മനോരമയിലെ കവർ സ്റ്റോറി ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ആ കാലത്ത് ഇത്തരം കഥകൾ, കുടുംബത്തിൽ കൊല്ലപ്പെട്ടതും ഇന്ന് ഗാസയിലൊക്കെ പറയുന്നില്ലേ, ജൂതന്മാരും ഒക്കെ കഥ പറയുന്നത് പോലെ അവർക്കൊക്കെ കഥകൾ പറയാനുണ്ട്. പിന്നെ 20 ലക്ഷം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കൊന്നിട്ടുണ്ട്. അതായത് നമ്മൾ ബംഗാളും പാകിസ്ഥാനും വിഭജിക്കുകയാണല്ലോ അന്ന് ചെയ്തത്. മൗണ്ട് ബാറ്റന്റെ നേതൃത്വത്തിൽ അയാൾ തീയതി നേരത്തെ തീരുമാനിച്ചിരുന്നു. തീയതി തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ വലിയ സംഭവമാണെന്നൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇയാളന്ന് ബർമയിൽ കമാൻഡറായിരുന്നു. സൗത്ത് ഏഷ്യയുടെ 2ാം ലോക യുദ്ധത്തിൽ മൗണ്ട് ബാറ്റൻ കമാൻഡറായിരുന്നു ബ്രിട്ടീഷ് സേനയുടെ. അപ്പോൾ ജപ്പാൻ കീഴടങ്ങിയല്ലോ ഹിരോഷിമ, നാഗസാക്കി. ഇതിൻ്റെ ദിവസമാണ് ഈ ഓഗസ്റ്റ് 5 എന്ന് പറയുന്നത്. ആ അണുബോംബിട്ട ദിവസമാണ് ഇന്ത്യക്കെതിരെ അണുബോംബിടുന്ന അസിം മുനീർ അമേരിക്കയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഓഗസ്റ്റ് 15-നാണ് യുദ്ധം തീരുന്നത്, ഈ 2ാം ലോക യുദ്ധം. ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കാണ് അങ്ങേര് ഓഗസ്റ്റ് 15 ഫിക്സ് ചെയ്തത് മൗണ്ട് ബാറ്റൻ എന്ന് പറഞ്ഞാൽ അവരുടെ സൗകര്യം, അവരുടെ പ്രാധാന്യം. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇവിടെ പാതിരയ്ക്ക് ചടങ്ങ് നടത്തുമ്പോൾ അവിടെ പകലായിരിക്കുമല്ലോ. ഇത് നന്നായിട്ട് കണ്ട് രസിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വൈകുന്നേരം ബജറ്റ് അവതരിപ്പിക്കുന്നത്. പാതിരയ്ക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തുടങ്ങിയ സാധനങ്ങൾ. നെഹ്റു ഇതിൻ്റെ കൂടെയൊക്കെ നിൽക്കും. എനിക്ക് സൗകര്യമില്ല, ഞാൻ രാവിലെ 7 മണിക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ടി വി കാണാൻ പറ്റില്ല. അപ്പൊ 14-ാം തീയതി മൗണ്ട് ബാറ്റൻ പാകിസ്ഥാനിലേക്ക്, ടി വി ഇല്ല, പാകിസ്ഥാനിലേക്ക് 14-ന് പോയി അവിടുത്തെ സ്വാതന്ത്ര്യം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഇങ്ങനെ. അപ്പൊ 2021 ഓഗസ്റ്റ് 14-നാണ് നമ്മൾ പാർട്ടീഷൻ ഹൊറർ, അതായത് വിഭജന മുറിവിൻ്റെ സ്മരണം ആചരിച്ചു തുടങ്ങിയത് 2021. പക്ഷെ 2021 ഒരു ഐക്യ സന്ദേശം എന്നുള്ള നിലയ്ക്കാണ് ഇതിൻ്റെ 14-ാം തീയതി ഇത് ആചരിക്കുമ്പോൾ മോദി പറഞ്ഞു 2021 നമുക്ക് ആ വേദന മറക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് സഹോദരന്മാർ
വെറുപ്പിലും അക്രമത്തിലും പെട്ട് ജീവൻ വെടിയേണ്ടി വന്നു. നമ്മൾ അവരുടെ ത്യാഗസ്മരണകൾ ഓർമ്മിച്ച് ഈ ദിവസം ആചരിക്കണം. ഈ സാമൂഹിക വിഭജനത്തിൻ്റെയും ഈ സൗഹൃദമില്ലായ്മയുടെയും വിഷം മറന്ന് നമ്മൾ ഐക്യപ്പെടണം. ഇതായിരുന്നു മോദിയുടെ സന്ദേശം. ഇതിനു വേണ്ടി നമ്മളിത് ആചരിക്കുന്നു ഓഗസ്റ്റ് 14 എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. 2022 ഡൽഹി മെട്രോയിൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു, വിഭജനം കൊണ്ടുണ്ടായ മുറിവുകളുടെയൊക്കെ. UGC ഇത് ആചരിച്ചിരുന്നു. കശ്മീർ സർവകലാശാല ആചരിച്ചിരുന്നു. 2023 ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി പ്രദർശനം ഒക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും 2023 പല റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇത് ആചരിച്ചിരുന്നു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോഴും ഇത് ആചരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു സർക്കുലർ സർക്കാർ ഓഫീസിൽ ആചരിക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കുലർ ഒന്നും ഇറക്കി. അല്ല, അത് ശരിക്കും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമുണ്ട്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ്. പിണറായി ചെയ്തില്ല, തന്നെത്താനെ ചെയ്തില്ല. അപ്പൊ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അർലേക്കർ ഒരു സർക്കുലർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 14 ഇത് നമ്മളുടെ ജനതയുടെ ഈ എന്താ പറയുക ത്യാഗം ഓർക്കണം എന്ന് പറയുന്നതാണ് ഈ ഓഗസ്റ്റ് 14 ആചരണം. അത് നമ്മൾ ആചരിക്കേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ ഒരു സർക്കുലറിനെ പറ്റി നമ്മൾ അറിയുന്നത്, ചർച്ച ചെയ്യുന്നത് അതിനെതിരെയുള്ള ശബ്ദം. എന്താ? ഇടതുപക്ഷത്തിന്റെ പ്രശ്നം വെച്ചാൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു എന്നുള്ളത് വർത്തമാനം പറയേണ്ടി വരും. അത് പറയാൻ പാടില്ല. അതുകൊണ്ട് ഇവർ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ചെയ്യണമെന്ന് ഗവർണർ പറയുമ്പോൾ ഗവർണർക്കതിന് അധികാരമുണ്ടോ എന്നായിരിക്കും ചോദ്യം. സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്ന ഭരണഘടനാ തലവൻ ഗവർണറാണ് സംസ്ഥാനത്തിന്റെ. പിന്നെ കോൺഗ്രസ്സുകാർക്കും പ്രയാസം ഉണ്ടാവും. കാരണം കോൺഗ്രസ് ഇതിന് കൂട്ടുനിന്നാണ് ഈ വിഭജനത്തിന്. ഈ വിഭജനം ഇല്ലാതെ തന്നെ ഇന്ത്യക്ക് ഒന്നിച്ച് പോകാൻ കഴിയുന്ന നമ്മൾ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ വായിച്ചാൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ മുംബൈയിലെ ഡോക്ടർ ജെയിൻ ഇയാളുടെ ജിന്നയുടെ എക്സ്റേ ഒക്കെ എടുത്ത് വെച്ചിട്ട് ക്ഷയരോഗമാണ് 6 മാസം മരിക്കും എന്നുള്ളത് അറിയാൻ. 6 മാസം പ്രധാനമന്ത്രിയാക്കിയാൽ മതിയായിരുന്നു. 6 മാസം ശേഷം മൗണ്ട് ബാറ്റൻ സ്വാതന്ത്ര്യം തീരുമാനിച്ചാലും മതിയായിരുന്നു. മറിച്ചും പറയുന്നുണ്ട്, പോട്ടെ 6 മാസം ജിന്നെ പ്രധാനമന്ത്രിയാക്കിയാലും ഇയാൾ ചത്ത് കട്ടിലൊടിച്ചേനെ, പിന്നെ നെഹ്റുവിനാകാമായിരുന്നു, അപ്പോഴും വിഭജനം ഉണ്ടാവില്ലായിരുന്നു. ഒരു കണക്കിന് നന്നായിന്നേ. ഇന്ത്യയുടെ ഡെമോഗ്രാഫി വല്ലാതെ മാറിപ്പോയനെ. പാകിസ്ഥാൻ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ. അതെ, പാകിസ്ഥാനിൽ ഇങ്ങേര് പോയിട്ട് ഇയാൾ ശരിക്കും ഷിയയായിട്ട് ജനിച്ച ആളാണ്. ഇയാളാണ് സുന്നി രാഷ്ട്രത്തിന്റെ. അതുകൊണ്ടാണ് അവരുടെ രീതിക്കൊന്നും പോവാതെ അത്യാവശ്യം 2 പെഗടിച്ചും പട്ടിയെ വളർത്തിയും ഒക്കെ അങ്ങേര് അനിസ്ലാമികമായിട്ടാണ് ജീവിച്ചത് എന്ന് പറയാം. അതേതായാലും പാകിസ്ഥാന് വെല്ലുവിളിയായിരുന്നു. അദ്ദേഹം കുറെ നാളും കൂടി ജീവിച്ചിരുന്നെങ്കിൽ സംഗതി. ജിന്നയുടെ ലക്ഷ്യം അധികാരം മാത്രമായിരുന്നു, മതമായിരുന്നില്ല. മതം അധികാരം കിട്ടാൻ വേണ്ടി മതം ഉപയോഗിച്ചു. കാരണം ഒരു കാലത്ത് അങ്ങേര് രാജിവെച്ചു പോയി, കോൺഗ്രസിൽ നിന്നും മാറിപ്പോയി. കാരണം അദ്ദേഹത്തിനെ ഗാന്ധി വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് രാജിവെച്ചു പോയി. പക്ഷെ രാജിവെച്ചു പോയപ്പോൾ ഗാന്ധിക്ക് വലിയൊരു പിഴവ് പറ്റി രാഷ്ട്രീയത്തിൽ. അപ്പോഴാണ് അങ്ങേര് അലി സഹോദരന്മാരെ കൂട്ടിച്ചേർക്കുന്നത് ഖിലാഫത്ത്. അങ്ങനെ അലി സഹോദരന്മാരുടെ ഒരു ആവശ്യമാണ് ഈ ഖിലാഫത്ത്. അവിടെ ആവശ്യമില്ല, തുർക്കിയിൽ ആവശ്യമില്ല, ഇന്ത്യയിൽ ആവശ്യമുണ്ട്. തുർക്കിയിൽ ആ സുൽത്താൻ തിരിച്ചു വരണമെന്ന് അവർക്ക് ആവശ്യമില്ല. കാരണം അത് കുറച്ചുകൂടി സെക്യുലർ ആകാൻ തുടങ്ങി. പുതിയ ഭരണകൂടം വന്നു, ജനാധിപത്യ ഭരണകൂടം വന്നു മതഭരണകൂടത്തിന്റെ സ്ഥാനത്ത്. അത്താതുർക്കിനെ പോലുള്ള ആളുകളും ഒക്കെ തുർക്കി തിരിച്ചുപോയി. തുർക്കി പിന്നെ തിരിച്ചുപോയി, ഇപ്പൊ പോയിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന കാലത്താണ് ഇവിടെ അലി സഹോദരന്മാർ പറഞ്ഞിട്ട് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ ഖിലാഫത്ത് വന്നിട്ട് നമ്മുടെ 1921 പോലുള്ള ഹിന്ദു കൂട്ടക്കൊല, ഹിന്ദു നരവേട്ട, പിന്നീടുള്ള കലാപങ്ങളും ഇങ്ങനെ ഒക്കെ വരുന്നത്. അപ്പോൾ ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു അതെന്ന് ഗാന്ധിക്ക് മനസ്സിലാവുകയും പിന്നീടുള്ള AICCയിൽ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ
ആ 1921 സംഭവങ്ങൾ പോലെയൊക്കെയുള്ള സംഭവങ്ങളുടെ ഓർമ്മയാണ് ഈ ഓഗസ്റ്റ് 14. ഏതായാലും പിണറായി ആ ഓർമ്മ മൂടി വയ്ക്കാൻ ശ്രമിച്ചാൽ 6 ഏക്കർ അത് തുറന്നു വിടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.